ഹായ് ഹലോ അസ്സാം വലൈക്കും. കുറുമ്പീസ് ഫാമിലി വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളാരും മറക്കരുത്. അപ്പോൾ ഞാൻ ഇന്നത്തെ ഒരു വിഷയം മുസ്ലിം പെണ്ണ് എന്നോട് പലരും ചോദിക്കുന്നൊരു കാര്യമാണ്. എന്തിനാണ് ഇങ്ങനെ ഒരു മുസ്ലിം പെണ്ണ് ഇങ്ങനെയൊക്കെ വന്നിട്ടിരിക്കുന്നത്? ഹറാമല്ലേ? അങ്ങനെയാണ്, എന്താണ് നിങ്ങളുടെ ഉദ്ദേശം? അതാണ് ഇതാണ്. ലൈവിലൊക്കെ ഇരിക്കുന്ന സമയത്ത് കുറേ പേര് വന്നിട്ട് കുറേ വീഡിയോസിൻ്റെ ഇടയിൽ വേറെ പണിയൊന്നുമില്ലേ എന്നൊക്കെ വന്നിട്ട് ഇങ്ങനെ കമൻ്റ് ഇടുന്ന കുറേ ആളുകളുണ്ട് കേട്ടോ. അപ്പം അതിനായിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത്. തീർച്ചയായിട്ടും സഹോദരങ്ങളെ, നിങ്ങളിത് കാണാതെ പോകല്. ഒരു മുസ്ലിമായി ജനിച്ചു എന്ന് വെച്ചിട്ട് അതിന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അത്ര പരിമിതികളൊന്നും തരണ്ട. കാരണം മറ്റൊന്നുമല്ല, ഓരോ മനസ്സിലും ഓരോരോ ആഗ്രഹങ്ങൾ കാണും, ഓരോരോ ലക്ഷ്യങ്ങൾ കാണും. വെറും ആഗ്രഹങ്ങളല്ല, ഈ ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങളിൽ ജീവിച്ച് തീർക്കാൻ വേണ്ടിയിട്ടുള്ള ആഗ്രഹങ്ങൾ മാത്രമായിരിക്കില്ല എല്ലാവരുടെ ഉള്ളിലും. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഈ ലോകത്തിൻ്റെ സൗകര്യങ്ങളിലും അത്രത്തോളം ആഡംബരങ്ങളിലും ഒക്കെ ജീവിക്കുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഞാനൊരു മുസ്ലിം സ്ത്രീയാണ്, പക്ഷേ ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. എല്ലാവരും വന്നിട്ട് മുസ്ലിം എന്ന് കരുതി ഓരോന്ന് പറയലുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, ഞാനൊരു മനുഷ്യ സ്ത്രീയാണ്. എൻ്റെ സഹോദര സമുദായത്തിൽപ്പെട്ട ഒരുപാട് കൂട്ടുകാരുണ്ട്, സഹോദരങ്ങളുണ്ട് എനിക്ക്. അപ്പോൾ ഞാൻ അത്തരത്തിൽ എല്ലാവരെയും സ്നേഹിച്ച് മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയാണ്. എനിക്കവിടെ മനുഷ്യനായിട്ട് ജീവിക്കാനാണ് ഇഷ്ടം. എൻ്റെ ഇഷ്ടങ്ങൾ മനുഷ്യരെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടുന്ന പ്രാർത്ഥനകൾ നമ്മളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം, എല്ലാ ജനങ്ങൾക്കും നല്ലത് മാത്രമേ ഉണ്ടാവണം എന്നൊക്കെയുള്ളൊരു ലക്ഷ്യം മാത്രമാണ് എനിക്കുള്ളത്. അതാണ് എൻ്റെ മനസ്സ്. അപ്പം ഞാൻ ഒരു കാര്യത്തിൽ എനിക്ക് എന്തെങ്കിലും ഒരു പ്രയോജനം ഉണ്ടെങ്കിൽ ഞാനത് തീർച്ചയായിട്ടും ആ പ്രയോജനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ ചാനലിൽ വരാൻ, ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം മറ്റൊന്നുമല്ല, എനിക്ക് സ്വന്തമായിട്ടൊരു ഭവനമില്ല. ഞാൻ വാടക വീട്ടിലാണ് താമസിക്കുന്നത്. എൻ്റെ പേര് ജാസ്ല നവാസ് എന്നാണ്. എൻ്റെ ഇതിനു മുന്നുള്ള വീഡിയോസുകളൊക്കെ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് നവാസ് എന്നാണ്. ഞങ്ങൾക്ക് 3 മക്കളുണ്ട്. 3 മക്കളുടെ മുന്നോട്ടുള്ള പഠനം ഞങ്ങളുടെ മുൻപിലുള്ള ലക്ഷ്യമാണ്. സ്വന്തമായിട്ടൊരു ഭവനം ഞങ്ങളുടെ മുന്നിലുള്ളൊരു ലക്ഷ്യമാണ്. അപ്പം മറ്റുള്ള ജോലിക്കൊക്കെ ഞാൻ പോയിരുന്ന ഒരു വ്യക്തിയും കൂടെയാണ്. പക്ഷേ എൻ്റെ വലിയ മോള് കോളേജ് പഠനത്തിനായി വിട്ടു പോയപ്പോൾ ചെറിയ മക്കൾ 2 വീട്ടിൽ തനിച്ചാണ്. അവർക്ക് കൂട്ടിന് വീട്ടിലൊരാളില്ല. അപ്പോൾ ആ ടൈമിൽ ഞാൻ ഒരു ഉമ്മ എന്ന സ്ഥാനത്ത് ആ ചെറിയ 2 കുട്ടികൾക്കും അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ ഞാനിവിടെ ആവശ്യമാണ്. അപ്പോൾ എനിക്ക് പുറത്ത് മറ്റൊരു ജോലിക്ക് പോകാൻ സാധിക്കില്ല. എൻ്റെ മക്കളെ വീട്ടിലാക്കിയിട്ട് എനിക്ക് മറ്റൊരു ജോലിക്ക് പോകാൻ എനിക്ക് സാധിക്കില്ല. അവർ സ്കൂൾ വിട്ട് വരുന്ന 4 മണി സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കാനും അവരുടെ പഠന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാനും ഒക്കെ ഞാൻ വീട്ടിലുണ്ടാവേണ്ടത് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ആകെ വിഷമത്തിലായി. എനിക്കൊരു ജോലിക്ക് പോകാൻ പറ്റണില്ലല്ലോ. വീട്ടിലൊരു ഒരാളുടെ ഒരു ഷോപ്പിൽ സ്റ്റാഫായിട്ട് നിൽക്കുകയാണ് ഹസ്ബൻഡ്. അവിടെ നിന്ന് കൊണ്ടുവരുന്നൊരു വരുമാനം കൊണ്ട് മാത്രം നമ്മളുടെ വീട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. വാടക വീടാണ്, അതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്, ഒരുപാട് പരിമിതികളുണ്ട്. ഞാൻ അങ്ങനെ ആലോചിച്ചപ്പോഴാണ് എൻ്റെ കയ്യിലൊരു സ്മാർട്ട് ഫോൺ ഉണ്ട്. എനിക്ക് യാതൊരു നഷ്ടവും അവിടെ ഇല്ല. എനിക്കെന്തായാലും ഒരു മാസം എത്ര GB ചാർജ് ചെയ്തെങ്കിലേ ഇന്നത്തെ കാലത്ത് നമുക്ക് ഓരോരുത്തർക്കും ജീവിക്കാൻ ഫോൺ യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. ഫോണില്ലാണ്ട് ഇന്നത്തെ കാലത്ത് ആരും ജീവിക്കുന്നതായിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം പ്രത്യേകിച്ച് കുട്ടികൾ വീട്ടിലുള്ളവർക്കാണെങ്കിൽ അത്യാവശ്യമാണ് ഫോണ്. അപ്പം അക്കാര്യത്തിൽ എന്തായാലും ചാർജ് ചെയ്തേ പറ്റൂ. ആ ചെയ്യുന്ന ചാർജ് എനിക്കൊന്ന് എൻ്റെ വീട്ടിലേക്കൊരു വരുമാനമാക്കി എടുത്താലോ എന്നുള്ളൊരു ചിന്ത വന്നു. ഞാനപ്പോൾ എന്തെടുത്തു, ചാനൽ തുടങ്ങി. 3 മാസം കൊണ്ട് ഞാൻ ആ ചാനലിനെ മോണിറ്റൈസ് ആവാൻ വേണ്ടിയിട്ട് എന്നിലേക്ക് വരുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതർ പലപ്പോഴും എന്നോട് പറഞ്ഞിട്ടുണ്ട്, താത്താക്ക് ഉറക്കമില്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. സത്യമാണ്, ഉറക്കമില്ലായകയൊക്കെ ഉറക്കമൊക്കെ ഒരുപാട് ത്യജിച്ചിട്ട് ഞാൻ ഈ ചാനൽ 3 മാസം കൊണ്ട് ഞാൻ ഇത്രയും വളർത്തിയെടുത്തത്. ഇതിനിടയിലാണ് പല ചിന്തകളുമായിട്ടും വരുന്ന പല ആൾക്കാരുടെ ഇടയിൽ ഞാൻ അവരെയൊക്കെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും ഒരു വീഡിയോ ചെയ്ത് നിങ്ങളോട് കാര്യങ്ങൾ പറയണമെന്ന് തോന്നി. കാരണം ഒരുപാട് പേര് വന്ന് ചോദിക്കലുണ്ട്, നിങ്ങൾക്കൊരു പണിയില്ലേ?
അവർ കരുതുന്നത് വെറും ടൈം പാസിന് വേണ്ടിയിട്ട് ലൈവിൽ ഇരിക്കുകയാണെന്നാണ് കരുതുന്നത്. ഒരിക്കലും അല്ല സഹോദരങ്ങളെ, ടൈം പാസ് അല്ല, ഒരു എൻ്റർടൈൻമെൻ്റ് അല്ല. ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാര്യത്തിൽ, ഇങ്ങനെ ഇരുന്ന് വീഡിയോ എടുക്കുമ്പോൾ അല്ലെങ്കിൽ ലൈവ് എടുക്കുമ്പോൾ ഒക്കെ ആ ഒരു കാര്യത്തിലൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിക്കുന്നുണ്ട് ഞങ്ങൾ ഓരോരുത്തരും. പ്രത്യേകിച്ച് ലേഡീസിന് ബാക്ക് പെയിനും അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ സഹിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് ചെയ്യുന്നത്. പക്ഷേ എനിക്കിവിടെ ഒരു ലക്ഷ്യമേ ഉള്ളൂ, സ്വന്തമായിട്ടൊരു ഭവനം എങ്ങനെയെങ്കിലും പടശ്രബ് കഷ്ടപ്പെട്ടിട്ട് നമ്മൾ വെറുതെ ഒരാളോട് ചെന്ന് ഇരക്കുന്നതിലും നല്ലത് നമ്മൾക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക അവസരം നമ്മളതിനെ പ്രയോജനപ്പെടുത്തണമെന്നാണ് എൻ്റെ ഒരു ലക്ഷ്യം. അങ്ങനെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഈ ചാനലിലൂടെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുവാണെങ്കിൽ അതാണ് വലിയ ഹയർ. ഇതിൽ നിന്നും എനിക്കൊരു രൂപ കിട്ടിയാലും എൻ്റെ കുട്ടികളുടെ പഠനത്തിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പേപ്പറെങ്കിലും, എക്സാമിന് ഒരു പേപ്പറെങ്കിലും അല്ലെങ്കിൽ ഒരു പേനയെങ്കിലും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയാൽ എനിക്കത് വലിയ ഹയറാണ്. ആ ഒരു ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളൊക്കെ നിങ്ങളെന്ന് വെച്ചാൽ കുറച്ചധികം പേര് ചോദിക്കലുണ്ട്, എന്തിനാണ് നിങ്ങളിങ്ങനെ ഇരിക്കുന്നത്, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നൊക്കെ ചോദിക്കലുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് ഞാൻ പറയാണ്, ഇതൊരു വരുമാന മാർഗമായി, എൻ്റെ ഒരു ജോബായി കണ്ടിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. മുസ്ലിം സ്ത്രീകൾ ജീവിക്കുന്നുണ്ട്, ശരിയാണ്. നിങ്ങളുടെ മുസ്ലിംസായ കുറേ സഹോദരങ്ങൾക്ക് ഇത് കണ്ടിട്ട് ചിലപ്പോൾ ഇതിനൊന്നും വേറെ പണിയില്ല എന്നൊക്കെ ചിന്തിക്കാം. പക്ഷേ ഈ പറയുന്ന ആൾക്കാരൊന്നും നിങ്ങൾക്കൊരു ഭവനമില്ല ഞങ്ങൾ ഉണ്ടാക്കി തരാമെന്ന് ആരും പറയില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളുടെ പഠനച്ചെലവ് ഞങ്ങൾ നോക്കാമെന്ന് ഈ പറയുന്നവരാരും എന്നോട് പറഞ്ഞില്ല. ഇപ്പം ഒരു ഉമ്മാൻ്റെ മനസ്സാണ്, ഒരു ഭാര്യയുടെ മനസ്സാണ്, ഒരു കുടുംബിനിയുടെ മനസ്സാണ് എൻ്റെ മനസ്സ്. ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. എൻ്റെ വീടിന്, എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. അതിനെനിക്ക് കുറേ പേര് സപ്പോർട്ടായിട്ടുണ്ട്. ആ സപ്പോർട്ടോടു കൂടിയാണ് ഞാനിവിടെ ഈ ചാനൽ തുടങ്ങിയിരിക്കുന്നത്. നല്ല മനസ്സുള്ള കുറേ പേര് എന്നെ വിട്ടുപോകാതെ ഇന്നും എൻ്റെ കൂടെ തന്നെയുണ്ട്. അവരുടെ സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പം ഇത്രയും നാളും എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ പ്രിയപ്പെട്ടവരോട് എൻ്റെ സ്നേഹം, പ്രാർത്ഥന ഒക്കെയും സന്തോഷം പങ്കുവെച്ചുകൊണ്ട് മോണിറ്റൈസ് ആവാൻ എനിക്ക് സാധിച്ചതിലുള്ള സന്തോഷവും ഒക്കെ പങ്കുവെച്ചുകൊണ്ട് എന്താ പറയുക, മറ്റുള്ള ചിന്തകളാൽ നിങ്ങൾ ചിന്തിക്കുന്ന ആൾക്കാരോടായിട്ട് നിങ്ങൾ ഒരിക്കലെങ്കിലും അവരുടെ സാഹചര്യം എന്താണെന്നൊന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് നിങ്ങളുടെ നാവെടുത്ത് പറയാൻ ശ്രമിക്കുക. ഓരോ വാക്കുകളും നെഞ്ചിനുള്ളിൽ വേദന ഉണ്ടാക്കുന്നെങ്കിലും അതൊക്കെ മനസ്സിൽ ഒളിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത് സാഹചര്യം കൊണ്ടാണ്. അത് നിങ്ങളാരും മറക്കരുത്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങളോട് ഞാൻ പറയാണ്, നിങ്ങൾ ഓരോ ചാനലിലും കയറി ഇറങ്ങി നിങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്, വേറെ പണിയില്ലേ എന്ന്. തീർച്ചയായിട്ടും ഇത് വീട്ടിലിരുന്നുകൊണ്ടൊരു സ്ത്രീക്ക് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു ജോലിയായിട്ടാണ് എൻ്റെ കാഴ്ചപ്പാട്. ഒരാളും വന്നിട്ട് ആ സ്ത്രീയെ അവിടെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നില്ല. ദുശ്ചിന്തകളുമായിട്ട് 1-2 പേര് വന്നിട്ട് ദുഷിച്ച കമൻറ്റുകൾ ഇടുന്നുണ്ട്. അവരോടാണ് ഞാൻ പറയുന്നത്, ദയവ് ചെയ്തിട്ട് ജീവിതമാർഗത്തിന് വേണ്ടി തുടങ്ങുന്ന ചാനലുകളാണ് നിങ്ങൾ, അത് മനസ്സിലാക്കുക. നിങ്ങൾ ഇനിയെങ്കിലും യൂട്യൂബ് ചാനൽ തുടങ്ങുന്നവരെല്ലാവരും ദുഷിച്ച ചിന്തകളുമായി നിൽക്കുന്നവരാണെന്നുള്ള ചിന്ത വെടിയുക കേട്ടോ. സതുദ്ദേശത്തോടു കൂടി മാത്രമാണ് ഈ ചാനൽ ഞാൻ തുടങ്ങിയിരിക്കുന്നത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനി ഉണ്ടാവണം ഇൻഷാ അല്ലാ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. ഇൻഷാ അല്ലാ അടുത്ത വീഡിയോയുമായി വരും വരെ നിങ്ങളുടെ കുറുമ്പീസ് ജാസ്ല നവാസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.